ഫാമിലി സപ്പോർട്ട് എങ്ങനെയുണ്ട് ശിവതയ്ക്ക് ഫിലിമിലേക്ക് വരാൻ? ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു, ഇഷ്ടമല്ല. ഇല്ല ആക്ച്വലി ബിഫോർ മാരേജ് അല്ലേ? ബിഫോർ മാരേജ് ആണ് വന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മയായിരുന്നു അന്നും ഇന്നും അഗെയിൻസ്റ്റ് അല്ല, കൂടെ നിഴല് പോലെ നിന്നിരുന്നത്. അച്ഛന് തീരെ താല്പര്യം ഉണ്ടായില്ല, സത്യം പറയാം, അച്ഛന് തീരെ താല്പര്യം ഉണ്ടായില്ല. അതും പ്രത്യേകിച്ച് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലി കിട്ടിയിട്ട് പോയില്ല, രണ്ടിടത്ത് ജോലി. അതെ, അച്ഛനും എഞ്ചിനീയർ ആണ്. അപ്പൊ എന്നിട്ട് പറയും പൈസ കൊടുത്ത് പഠിപ്പിച്ച് ജോലി കിട്ടി, എന്നിട്ട് അതിന് എന്നിട്ട് എന്നോട് ചോദിക്കും എന്തിനാ നീ ആ 4 കൊല്ലം കളഞ്ഞു. ഞാൻ നിങ്ങൾ എനിക്ക് ആക്ച്വലി എഞ്ചിനീയറിംഗ് ചേരാൻ താല്പര്യം ഉണ്ടായില്ല, എനിക്ക് വല്ല ഡാൻസ് കോഴ്സായിട്ട് എടുക്കണമെന്നായിരുന്നു. അപ്പൊ ഇവരുടെ നിർബന്ധത്തിന് ഞാൻ പോയാ, പക്ഷെ ഞാൻ പഠിക്കാൻ ചെയ്തു കേട്ടോ, അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട്, ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവുകയും ചെയ്തു. അപ്പൊ എന്നോട് ചോദിക്കും എന്തിനാ 4 കൊല്ലം കളഞ്ഞു. ഞാൻ എന്തിനാ നിങ്ങൾ എന്റെ 4 കൊല്ലം തിരിച്ചാണ് ചോദ്യം. ആ ഒരു കാര്യത്തിൽ ആകെ ഒരു ഗുണം ഉണ്ടായത് ഇപ്പൊ കൂടെ ഒരാളുണ്ടെന്ന്. അപ്പൊ അച്ഛനും ആദ്യം ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, അച്ഛൻ അങ്ങനെ നോന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു സമയത്ത് ഒരു ഏർണിംഗ് ഇല്ല, ഒന്നുമില്ല. ആ ഒരു നമ്മുടെ പ്രൈം ടൈമിൽ ഇപ്പോഴും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അമ്മ പോക്കറ്റ് മണി തരുമായിരുന്നു, ചേച്ചി പോക്കറ്റ് മണി തരുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ അമ്മയൊക്കെ തരേണ്ട എവിടെ നിന്ന്? അച്ഛൻ്റെ അടുത്ത് തന്നെ. അച്ഛൻ കട്ടയ്ക്കൊരു നോ പറയില്ല, ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല സ്ഥലത്ത്. എന്നിട്ടും ഹീ സെഡ്, അച്ഛൻ വിളിച്ച് രാവിലെ പോയാ ഓക്കെയാ, എത്തിയോ ഓക്കെയാ, ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ അച്ഛൻ നോ എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ. പക്ഷെ ഫസ്റ്റ് മൂവി ഒന്നായില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഈ സ്റ്റാൻഡ് സ്റ്റിൽ എല്ലാവരുടെ ജീവിതത്തിന് വരും. നമ്മൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ഇവിടെ തന്നെ നിൽക്കണോ നമ്മള് ഭയങ്കര ഞാൻ ഭയങ്കര റിബലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോഴേ അവസാനം കെട്ടിച്ച് വിട്ടാലോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറെ ആലോചനകളൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓക്കെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത സമയത്താണ് എനിക്ക് മലയാളത്തിൽ നിന്ന് സുദീപാത്മികം വരുന്നത്. ഫിക്സ് ചെയ്തു എൻഗേജ്മെന്റ് ഇന്ന ഡേറ്റ് ആണ്. അപ്പൊ സുദീപാത്മികം വന്നു, അഭിനയിച്ചു, പടം ഹിറ്റായി. ആ പടം ഹിറ്റാവുന്ന സമയത്ത് എന്റെ കല്യാണം. പക്ഷെ ഇപ്പൊ അച്ഛൻ എനിക്ക് തോന്നുന്നു ഹാപ്പിയാണ്. ബിക്കോസ് ചെല്ലുമ്പോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആൾക്കാർ ഇപ്പൊ ശിവതയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്, അച്ഛന്റെ പേരിലല്ല. അല്ല, അപ്പൊ പിന്നെ എന്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കലൊക്കെ കാണുമ്പോൾ ഇപ്പൊ അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്റെ മോളാണ് അറിയില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ് ചോദിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ആദ്യം എതിർപ്പായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല സപ്പോർട്ടായിരുന്നു. എന്റെ അടുത്ത് എനിക്കൊരു സമയത്ത് പേടിയായിരുന്നു വെച്ചാൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ പടത്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടായിരുന്നു പടം റിലീസ്. പടം ഭയങ്കര ഗംഭീര ഹിറ്റ്. ഞാൻ പക്ഷെ അത് എൻജോയ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഒറ്റ ഇന്റർവ്യൂ സുദീപാത്മികത്തിന്റെ സമയത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ചെന്നൈയിലേക്ക് പോയി തമിഴിന്റെ ഷൂട്ട് എന്ന് പറഞ്ഞ് പിന്നെ വന്നു. കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ ആരെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്താലും അയ്യോ ശിവത കല്യാണം കഴിക്കാൻ പോകണോ, ഇപ്പൊ നെടുഞ്ചാല ഹിറ്റ് ഇത്, അയ്യോ ഇങ്ങനെ ഈ സമയത്ത് പീക്ക് സമയത്ത് ഇങ്ങനെ എനിക്കൊരു ടെൻഷൻ വന്നിട്ട് കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് കല്യാണം മാറ്റി വെക്കണം. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈക്ക് ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല കരിയറിന്റെ ഇതില്, ധൈര്യമായിട്ട് പൊക്കോ, ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. അത് വാക്ക് ഇപ്പോഴും പാലിക്കേണ്ടത്. അതുകൊണ്ടാണ് പേടിയിരിക്കുന്നത്. ഒരുപാട് സമയത്ത് എനിക്ക് സ്ട്രെയിൻ കൂടുതലാണ്, പക്ഷെ അവൾ എന്റെ സ്ട്രെയിൻ കാണുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമാണ് എന്നെ സ്ക്രീനിൽ കാണാനായിട്ട്. പിന്നെ എന്റെ സിനിമകളൊക്കെ മുടങ്ങാണ്ട് കാണും. ഞങ്ങൾ തിയേറ്ററിൽ പോയി, ഞാൻ ആദ്യം പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണും. ക്രിറ്റിസിസം ഭയങ്കര ഈ പ്രായത്തിലോ? ഞാൻ ചോദിക്കാൻ ഇപ്പോഴത്തെ ജനറേഷൻ അല്ല ട്രോളും ചേച്ചി. ഞാൻ പറയില്ല, ലാസ്റ്റ് ഒരു പടം നാണം കെടുത്തു. അയ്യോ ചില സമയമൊക്കെ കാണാം, എന്തെന്നാ ഇങ്ങനെ എന്തെന്ന് സിനിമ അഭിനയിച്ച് വെച്ചേക്കണേ എന്നൊക്കെ ചോദിക്കും. അല്ല പക്ഷെ ചില സമയത്ത് മോശമല്ലല്ലോ. ഇല്ല, ഷീസ് ലൈക്ക് ഭയങ്കര ഒബ്സർവിംഗ് ആണ് ആള്. ഞങ്ങൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ വയലൻസ് ഇല്ലാത്തതാണ്. എന്റെ വയലൻസ് സിനിമ അവള് കണ്ടിട്ടുണ്ട്, പക്ഷെ അതില്ലാത്തതാണെങ്കിൽ ഇവളെയും കൊണ്ടുപോകാനായിട്ട് നോക്കും. കുഞ്ഞിനെ മുതൽ വരുന്നുണ്ട് എന്റെ കൂടെ സെറ്റിൽ 2.5 മാസം മുതൽ വന്നു തുടങ്ങിയത്. അപ്പൊ പിന്നെ ആൾക്ക് ഫിലിമിലേക്ക് കയറുമോ? ഞാൻ ആകെ പറഞ്ഞുള്ളൂ പോണെങ്കിൽ ഞാൻ എതിർപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്കൊരു പഠിത്തം കഴിഞ്ഞിട്ട്, കാരണം എനിക്ക് വേറെ ഒന്നും ബാക്കപ്പിനല്ല, എനിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും നമ്മൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ കുറെ പേരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. നമുക്ക് ലൈഫിൽ ഒരു തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാണ്ടിരിക്കാനും ഇന്ന ആൾക്കാർ ഇത്രയും പേരെ നമ്മൾ കാണുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് ജീവിക്കാൻ പഠിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു ഡിഗ്രി വേണം, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. ബാക്കിയുള്ളത് അവർക്ക് എന്താ താല്പര്യം? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് അമ്മമാര് ഇങ്ങനെ ആയിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി എങ്കിലും എടുക്കുക എന്നുള്ളത്. മറ്റേ അങ്ങനെയല്ലല്ലോ, അറ്റ്ലീസ്റ്റ് എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എനിക്ക്. കാരണം എന്റെ ജീവിതം 4 ഉണ്ട്. That's why I use the word backup. ഞങ്ങളുടെ ജനറേഷനിൽ അതായിരുന്നു, പഠിച്ച് എന്തെങ്കിലും ഒക്കെ ഇതില്ലെങ്കിൽ ജീവിക്കണ്ടേ എന്നുള്ളൊരു ഡയലോഗ് ചോദിക്കും ചേച്ചി. ഇതില്ലെങ്കിൽ പക്ഷെ ഞാൻ പറയും ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം
പടങ്ങൾ വരുന്നുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ബിസിയാണ്. പടം ഇല്ലെങ്കിലും ഞാൻ യോഗ ഉണ്ട്, ഡാൻസ് ഉണ്ട്. എനിക്ക് ചില സമയത്ത് സമയം തികയുന്നില്ല എന്നാണ്. മോളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. ആൻഡ് മോറോവർ ഇപ്പം എനിക്കൊരു ഓൺലൈനിൽ ഒരു ചെറിയൊരു ജ്വല്ലറിയുടെ ബിസിനസ് ഉണ്ട്, അത് നോക്കണം. എനിക്ക് സമയം കിട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ബിക്കോസ് പിള്ളേരൊക്കെ വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് എന്നാ പണി ചെയ്യണമെന്ന് അറിയാൻ മേലാതെ പലതും ചിന്തിച്ച് ആവശ്യമില്ലാത്ത വഴി പോകുന്ന ചിന്തിക്കാൻ സമയം കിട്ടില്ല. ചിന്തിക്കരുത്. എൻ്റെ ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്ന് ഞാൻ പറയുന്നത്, ഒന്നിനെയും പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്ക് ദൈവം തമ്പുരാൻ തരരുത്. നമ്മളെ ഫുൾ ടൈം എൻഗേജ് ആക്കി വെച്ചാലേ വി ആർ ടു ബിസി വിത്ത് ദാറ്റ്. അപ്പൊ പിന്നെ മറ്റ് ആവശ്യമില്ലാത്ത ഡിപ്രഷൻ പറഞ്ഞിട്ട് ചിന്തിക്കാനുള്ള സമയമില്ലല്ലോ. പിന്നെ ഇവിടുത്തെ ഡിപ്രഷൻ അത് ഇപ്പത്തെ പിള്ളേർക്കും ഉണ്ട്. Ali's Kitchen. Let's cook with love.